പെട്ടെന്ന് ശ്വാസം മുട്ടലുകൂടി ഞാൻ ചെല്ലുമ്പോൾ കൊച്ചു ബെഡിൽ നിന്ന് എടുത്ത് വലിക്കുന്ന കണ്ണെല്ലാം നിലയിലാണ്. കൂട്ടുകാരത്തി ഓടിവായോ ഷിബിലിയേ, ഓടിവായോ, എൻ്റെ കൊച്ചിൻ്റെ ശ്വാസം ഇപ്പം പോവേ, എൻ്റെ കൊച്ചിപ്പം മരിച്ചു പോവേ എന്നും പറഞ്ഞു. എങ്ങനെയാണോ ഞങ്ങൾ ഒരു കാർ നിറച്ച ആൾക്കാർ ചെന്നപ്പോഴത്തേക്കും കൊച്ചിങ്ങനെ കണ്ണും മിഴിച്ച് കൊച്ചിന് ശ്വാസവും കിട്ടില്ല. എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ എല്ലാം ആയിട്ടാണ് ഞാൻ ഓടി. എനിക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഇതെല്ലാം ആയിട്ടാണ് ഞാൻ ഒരു നൈറ്റി ഇട്ടുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ഞാൻ കൊച്ചു ചെന്ന ഉടനെ കൊച്ചിൻ്റെ വാ തുറന്നു. ഞാൻ തേൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. 2-3 കവൾ കൊച്ചിനെ കുടിപ്പിച്ച് അത് കഴിഞ്ഞ് ഉടമ്പടി തൈലം എല്ലാം കൊച്ചിൻ്റെ മുഖത്തും ദേഹത്തും എല്ലാം പുരട്ടി കഴിഞ്ഞ് കൊച്ചു കുറച്ച് ശമനിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാതാവും ഈ കൊന്തയും കൊച്ചിൻ്റെ കാലിൻ്റെ വെള്ളയെ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം കൊച്ചു ചാടി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി. അവൻ ആൻറ്റിയമ്മ ദോശയും വെള്ളവും കൊണ്ടുവന്ന് ഒന്നുമില്ലാതെ ഇവരും ഓടിപ്പോരുമായിരുന്നു. വെള്ളം കൊണ്ടുവന്ന് കൊച്ചു പൂർണ്ണ സൗഖ്യമായി.